നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മകരച്ചൊവ്വ. മകരമാസത്തിലെ 30 ചൊവ്വ അല്ലെങ്കിൽ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് മകരച്ചൊവ്വയായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. ചൊവ്വയുടെ അതായത് ചൊവ്വാഗ്രഹത്തിൻ്റെ അതിദേവതകൾ സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളി ദേവിയുമാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് പ്രകാരം സംഹാരത്തിൻ്റെ ദേവതയാണ് ഭദ്രകാളി ദേവി. ഭഗവതിയുടെ രൗദ്രഭാവമാണ് ഭദ്രകാളി എന്ന് ദേവി മാഹാത്മ്യത്തിൽ പറയപ്പെടുന്നുണ്ട്. സർവമംഗളങ്ങളും പ്രദാനം ചെയ്യുന്ന മംഗള സ്വരൂപിണിയായും അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാനം ചൊരിഞ്ഞ് പ്രപഞ്ചത്തെ പരിപാലിക്കാനായി നിൽക്കുന്ന ദേവിയായും ഭദ്രകാളി ദേവിയെ പറയപ്പെടുന്നുണ്ട്. ആദിപരാശക്തിയുടെ മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് കാളിയുടെ രൂപം ഭയാനകമാണ്. പുറത്തേക്ക് നീട്ടിയ നാവ്, ഒരു കൈയിൽ ശരീരം വേർപെട്ടു രക്തം വാർന്നൊലിക്കുന്ന തല, അരക്കെട്ടിൽ മുറിച്ചെടുത്ത കൈകൾ, തൂക്കിയ രൂപം. നമ്മെ ഭയപ്പെടുത്തുന്ന രൂപത്തെ ആദരിക്കുമ്പോൾ ഭയം അപ്രത്യക്ഷമാകുന്നു എന്നൊരു തത്വം ഇതിൻ്റെ പിന്നിലുണ്ട്. സർവ ചരാചരങ്ങളുടെയും മാതാവാണ് ഭദ്രകാളി ദേവി. ദുഷ്ടനിഗ്രഹത്തിനായി അവതരിച്ച രൂപമാണ് ഭദ്രകാളി ദേവിയുടേത്. തൻ്റെ മക്കൾക്ക് ദോഷം സംഭവിക്കാൻ ഒരമ്മയും ആഗ്രഹിക്കുകയില്ല. ദേവിയുടെ അനുഗ്രഹമുള്ള ഭവനത്തിൽ എപ്പോഴും ഐശ്വര്യം വിളയാടും. അതുമാത്രമാണോ? അല്ല, ദേവിയുടെ അനുഗ്രഹമുള്ള ഏതൊരു വീട്ടിലും ഏതൊരു ദുഷ്ടശക്തിയും നമ്മളെ ബാധിക്കില്ല. നെഗറ്റീവ് ശക്തികൾ, ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ എന്നിവയൊന്നും നമ്മളെ തൊട്ട് തീണ്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഭദ്രകാളി എന്നാൽ ഭദ്രമായ കാലത്തെ നൽകുന്നവൾ എന്നാണ് അർത്ഥം. ഭദ്രകാളി ദേവിയോടുള്ള ഭക്തി സമ്പത്തും ഐശ്വര്യവും സർവമംഗളങ്ങളും നേടിത്തരും എന്നുള്ളതും വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു വിഷമങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് അമ്മേ, ദേവി, നാരായണി എന്നെല്ലാം വിളിക്കുന്നതല്ലേ. സർവമംഗള സ്വരൂപിണിയായ ദേവിയെ വിളിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതായി പോകുന്നു എന്ന് നമുക്ക് തന്നെ സ്വയം തോന്നാറുണ്ട്. പല സന്ദർഭങ്ങളിലും പല ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത് സാക്ഷാൽ ദേവി തന്നെയാണ് എന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതുമാത്രമല്ല, നാളത്തെ പ്രത്യേകത നവഗ്രഹങ്ങളിലെ പ്രധാനികളിലൊന്നായ ചൊവ്വ മകരം രാശിയിൽ കൂടുതൽ ബലവാനാകുകയും ചൊവ്വയുടെ ഉച്ചക്ഷേത്രമെന്ന് മകരം രാശി അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ കാരണത്താൽ കൂടിയാണ് എല്ലാ മാസത്തിലെയും ആദ്യത്തെ ചൊവ്വാഴ്ചയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത്. 30 ചൊവ്വാഴ്ച എന്ന് പറയില്ലേ. എല്ലാ മാസത്തിലെയും ചൊവ്വാഴ്ചകളേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്ന ഒരു ചൊവ്വാഴ്ചയാണ് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച. അതുകൊണ്ട് നമ്മൾ നാളെ ദേവീ ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ തന്നെ കടുമധുര പായസം വഴിപാടായിട്ട് സമർപ്പിക്കുക, ദേവി മഹാത്മ്യം ജപിക്കുക, ചൊല്ലുക, അതുപോലെ തന്നെ ദേവിയുടെ തിരുനാമങ്ങൾ, തിരുമന്ത്രങ്ങളെല്ലാം ജപിക്കുക എന്നിവയെല്ലാം വളരെ ഉത്തമമാണ്. പക്ഷേ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് നാളെ മകരച്ചൊവ്വാഴ്ച ദിവസമായ ഈ ദിവസത്തിൽ രാവിലെ ഉണർന്നതും നമ്മൾ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ്. ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം 21 തവണ നിങ്ങൾ ജപിക്കുക. രാവിലെ ഉണർന്ന ഉടൻ കുളിക്കണമെന്നില്ല, വീട്ടിൽ പൂജകൾ ചെയ്യണമെന്നില്ല, ദീപം തെളിയിക്കണമെന്നില്ല. കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ദേവിയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ചൊല്ലുക. ഏത് പ്രശ്നങ്ങളാണെങ്കിലും, തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളാണെങ്കിൽ പോലും, കഷ്ടപ്പാടുകളാണെങ്കിലും, ദുഃഖങ്ങളാണെങ്കിലും, ദുരിതങ്ങളാണെങ്കിലും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും, ഇനി ഒന്നിനും വഴിയില്ല, ആത്മഹത്യ മാത്രമേ മുന്നിലുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്നവർക്ക് പോലും കൈത്താങ്ങായി വന്ന് സഹായിക്കും നമ്മുടെ സാക്ഷാൽ ദേവി എന്ന് തന്നെ പറയാവുന്നതാണ്. നിങ്ങൾ ഏത് ദേവിയെ മനസ്സിൽ കരുതിയാലും സാരമില്ല. ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂർ ദേവിയെ മനസ്സിൽ കരുതാം, അതുപോലെ തന്നെ മൂകാംബിക ദേവിയെ മനസ്സിൽ കരുതാം, ഇനി അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്തുള്ള ഭദ്രകാളി ദേവിയെ മനസ്സിൽ കരുതാം. ഏത് ദേവിയെ ആണെങ്കിലും നമുക്ക് മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം കൃത്യം 21 പ്രാവശ്യം ജപിക്കുക. മനസ്സിൽ ദേവിയുടെ രൂപം മാത്രം ചിന്തിച്ചുകൊണ്ട് ഏതൊരു ആഗ്രഹവും എടുത്തു പറയാതെ, അതായത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രശ്നമാണ്, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ആരോഗ്യ പ്രശ്നമാണ് എന്നൊന്നും പറയേണ്ട. ഇനി അഥവാ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ മാത്രമാണ് തീർന്നു കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ അത് എടുത്തു പറയാവുന്നതാണ്. അങ്ങനെ മനസ്സിൽ ദേവിയെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ തെക്കുദിശ നോക്കിയിരിക്കുന്നത് ഒഴിവാക്കി കിഴക്കുദിശയോ വടക്കുദിശയോ നോക്കി ഇരുന്നു കൊണ്ട് ഈ ഒരു മന്ത്രം 21 പ്രാവശ്യം മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ജപിക്കാവുന്നതാണ്. മന്ത്രം ഇതാണ്: ഓം ബം ഭദ്രകാളിയേ നമ,
ഓം ബം ഭദ്രകാളിയെ നമ എന്നുള്ള ഈ മന്ത്രം ജപിക്കുക. 21 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം നമ്മൾ കുളിച്ച് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം. ഈ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കാം. അല്ലെങ്കിൽ നമുക്ക് നാളെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഈ മന്ത്രം 108 പ്രാവശ്യം എഴുതി വെക്കാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ മറക്കാതെ നാളെ രാവിലെ ഉണർന്ന ഉടൻ ഈ മന്ത്രം ചൊല്ലാൻ നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. കാരണം അത്രയും ഫലവത്തായ ഒരു മന്ത്രമാണിത്. നമ്മുടെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനകളെ പൂർത്തിയാക്കി തരുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ദേവിയുടെ ഓം ബം ഭദ്രകാളിയെ നമ എന്നുള്ള ഈ മന്ത്രം. നാളെ രാവിലെ ഞാൻ ഇത് ചൊല്ലുവാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഞാൻ വീഡിയോ കാണുവാൻ വൈകിപ്പോയി, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സാരമില്ല. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ശാന്തമായ മനസ്സോടുകൂടി എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ദേവിയെ മനസ്സിൽ കരുതിക്കൊണ്ട്, അതായത് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടോ, ക്ഷേത്ര ദർശനത്തിന് പോയി അവിടെ ഇരുന്നു കൊണ്ടോ, ഇനി നമ്മുടെ ഓഫീസുകളിൽ ഇരുന്നു കൊണ്ടോ, യാത്രക്കിടയിൽ ആണെങ്കിലും സാരമില്ല, എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. നിങ്ങൾ ഈ മന്ത്രം നാളെ ഒരു ദിവസം മാത്രമാണോ ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചാൽ ഇല്ല. ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഓരോ ടെൻഷനാണ്, അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളാണ്, ഏതെങ്കിലും ഒരു പ്രശ്നം എന്നെ തേടി വരികയാണ്, ഞാൻ എത്ര തന്നെ ഒഴിഞ്ഞു മാറിയാലും പ്രശ്നങ്ങൾ എന്നെ വിട്ട് അകലുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല, കുടുംബത്തിലൊരു സ്വസ്ഥതയില്ല, ഇനി എന്തു ചെയ്യണമെന്ന് എനിക്ക് യാതൊരു എത്തും പിടിയുമില്ല, മനസ്സിൽ എപ്പോഴും ഒരു പേടി നിലനിൽക്കുകയാണ്, എന്തോ ഒരു നെഗറ്റീവ് ശക്തി എന്നോടൊപ്പം ഉണ്ട് എന്നെനിക്ക് തോന്നിപ്പോകുന്നു എന്നെല്ലാം പറഞ്ഞ് മനസ്സിൽ അതീതമായി വിഷമിക്കുന്നവർ, വളരെയധികം വിഷമം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നവർ തീർച്ചയായും എല്ലാ ദിവസങ്ങളിലും രാവിലെ ഉണർന്നതും ഈ മന്ത്രം 7 പ്രാവശ്യം അല്ലെങ്കിൽ 21 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. ഓം ബം ഭദ്രകാളിയെ നമ, ഓം ബം ഭദ്രകാളിയെ നമ എന്നുള്ള ഈ മന്ത്രം ജപിക്കും തോറും നമ്മുടെ സങ്കടങ്ങൾ ഇല്ലാതായി പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. നമ്മുടെ കഷ്ടപ്പാടുകൾ എന്താണോ അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ഇല്ലാതായി പോകുന്നതും, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളെ തേടി വരുന്നതും, നമ്മുടെ ജീവിതത്തിൽ ഒരു പുതു ഉണർവ് ഉണ്ടാകുന്നതും, അതുപോലെ തന്നെ സന്തോഷം തിരികെ വരുന്നത് പോലെ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കുവാനും ഈ ഒരു മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ സാധിക്കും. ഇനി നിത്യവും ചൊല്ലാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്നവർ ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലെങ്കിലും ഈ മന്ത്രം 108 പ്രാവശ്യമോ 21 പ്രാവശ്യമോ 7 പ്രാവശ്യമോ ജപിച്ചുകൊണ്ടേയിരിക്കുക. അമ്മയുടെ സന്നിധിയിൽ എപ്പോഴെല്ലാം നമ്മളെ കൊണ്ട് പോകുവാൻ സാധിക്കുന്നുവോ അപ്പോഴെല്ലാം അവിടെ ഇരുന്നു കൊണ്ട് മനസ്സിൽ ദേവിയെ കരുതിക്കൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളുടെയും അവസാനമാണ് ഇതെന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നാളെ മറക്കരുത്, രാവിലെ ഉണർന്ന ഉടൻ തന്നെ നിങ്ങൾ എവിടെയാണോ, കട്ടിലിലാണ് കിടക്കുന്നത് എങ്കിലും തറയിലാണ് കിടക്കുന്നത് എങ്കിലും സാരമില്ല, കിഴക്കുദിശ, വടക്കുദിശ, അതുപോലെ തന്നെ പടിഞ്ഞാറ് ദിശ, ഈ 3 ദിശകൾ നോക്കിയിരിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങുക. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നാളെ മറക്കാതെ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ നാളെ ക്ഷേത്ര ദർശനവും മുടക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, തിരുനാമങ്ങൾ, പുരാണ കഥകൾ, അതുമാത്രമല്ല താന്ത്രികങ്ങൾ, വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീകം എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമ.